നമസ്കാരം. കേരള പോലീസിന്റെ ചരിത്രത്തിൽ നിരവധിയായിട്ടുള്ള കള്ളക്കേസുകൾ ഉണ്ടാക്കുകയും അതൊക്കെ പൊളിയുകയും വലിയ ആരോപണങ്ങൾ വരികയും ഒക്കെ ചെയ്തിട്ടുള്ള നിരവധി കേസുകളുണ്ട്. ആ തരത്തിൽ പല കേസുകളിലും ചിലതൊക്കെ കള്ളക്കേസാണെന്നും ചിലത് പോലീസ് ഫ്രെയിം ചെയ്ത വ്യാജ തെളിവുകൾ സൃഷ്ടിച്ച കേസുകളാണെന്നും ഒക്കെ പുറത്തു വന്ന കാര്യമാണ്. ഇപ്പോൾ എസ് കത്തിയുടെ കാര്യത്തിലായാലും കേരളത്തിലെ പല തരത്തിലുള്ള കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ പല ആളുകൾ വേണ്ടിയുള്ള, അതായത് ചില രാഷ്ട്രീയ ഇടപെടലുകൾക്ക് വേണ്ടിയിട്ട് ചില ആളുകളെ കൊടുക്കുന്ന തരത്തിലുള്ള കേസുകൾ. ഇപ്പൊ നമ്പി നാരായണന്റെ ഗൂഢാലോചന കേസ്, നമ്പി നാരായണൻ രാജ്യദ്രോഹിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്പി നാരായണനെ വലിയ തരത്തിൽ കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ഉപദ്രവിച്ച കേസുണ്ട്. അത് രാജ്യം എന്ന് മാത്രമല്ല ലോകത്ത് മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട കേസാണ് നമ്പി നാരായണൻ കേസ് എന്ന് പറയുന്നത്. പിന്നീടാണ് ആ കേസിൽ നമ്പി നാരായണനുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതും സുപ്രീം കോടതി പോലും അദ്ദേഹത്തിന് വേണ്ടി ഇടപെടുന്ന കാര്യമൊക്കെ ഉണ്ടായത്. അതാണ് ചരിത്രത്തിൽ, ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പോലീസിന്റെ കള്ളക്കേസ് മൂലം ഒരു വലിയ ശാസ്ത്രജ്ഞൻ തന്നെ കുടുങ്ങിയപ്പോൾ ആ കേസിന്റെ വ്യാപ്തിയും വർദ്ധിച്ചു എന്നുള്ളതാണ്. ഇതുപോലെ നിരവധിയായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഒരു യുവതി ഒരു മൊഴി കൊടുക്കുന്നു, ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ചില കഥകൾ ഉണ്ടാക്കുന്നു, പിന്നീട് ആ കുട്ടിയുടെ ഗർഭത്തിന്റെ ഉത്തരവാദി ഇയാളല്ല എന്ന് DNA ടെസ്റ്റിൽ തെളിയുന്നു, അതോടുകൂടി കേസ് പൊളിയുന്നു, ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നില്ല, തുടങ്ങിയ പല കാര്യങ്ങളും നിരവധിയായ തവണ നമ്മൾ കേട്ടതാണ്. അതുപോലെ ഒരു കേസാണ് ഈ ഗംഗേശാനന്ദ തീർത്ഥപാദർ എന്ന് പറയുന്ന ഒരു സ്വാമിയുടെ കേസ്. ഏതാണ് ലിംഗേശാനന്ദ എന്നൊക്കെ അദ്ദേഹത്തെ കളിയാക്കി വിളിക്കാറുണ്ടായിരുന്നു. അത് ലിംഗം വെട്ടിയ കേസ്. അതാണ് യഥാർത്ഥമായിട്ട് സംഭവിച്ചത്. ഒരു സ്വാമിയുടെ ലിംഗം തിരുവനന്തപുരത്തെ പേട്ടയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് പെൺകുട്ടി ധൈര്യപൂർവ്വം ഈ സ്വാമിയുടെ ലിംഗം വെട്ടി എന്നതായിരുന്നു ഒരു ദിവസം കേരളം മൊത്തം കേട്ട വാർത്ത. ആ വാർത്തയ്ക്ക് പിന്നാലെ നിരവധിയായിട്ടുള്ള ആളുകൾ ആ പെൺകുട്ടിക്ക് പിന്തുണയുമായി രംഗത്തെത്തി. മന്ത്രിമാരടക്കം പല ആളുകളും രംഗത്തെത്തി. ഇതുപോലെ ചെയ്യണം പെൺകുട്ടികൾ, ഇതുപോലെ പ്രതികരിക്കണം പെൺകുട്ടികൾ, ഈ പീഡനത്തിന് വരുന്ന ആളുകളെ എല്ലാം തന്നെ ഇതുപോലെ പെൺകുട്ടികൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പീഡനങ്ങൾ കുറയ്ക്കാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള വലിയ തരത്തിലുള്ള സപ്പോർട്ട് ആ പെൺകുട്ടിക്ക് ലഭിച്ചു. നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ബലാത്സംഗ കേസുകൾ പോലെയുള്ള കേസുകളിൽ കൃത്യമായ നിലപാട് നമ്മുടെ സമൂഹം എടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. അവിടെ കൃത്യമായി പ്രതികരിക്കേണ്ടതുണ്ട് പെൺകുട്ടികൾ, കൃത്യമായി ഇതിനെതിരെ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്, സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഈ മാധ്യമ പ്രചാരണങ്ങളുടെ ഭാഗമായി മാത്രം അതിനെ കാണരുത്. അത് സത്യസന്ധമായ കേസാണെങ്കിൽ മാത്രമാണ് ഈ തരത്തിലുള്ള നടപടികൾ ഉണ്ടാവാകൂ എന്നുള്ളത് കൂടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഗംഗേശാനന്ദയുടെ കാര്യത്തിൽ, ഗംഗേശാനന്ദ തിരുവനന്തപുരത്ത് പേട്ടയിലെ ഒരു വീട്ടിലെ ഒരു കുടുംബത്തിന്റെ വളരെ അടുത്ത ബന്ധമുള്ള ഒരു സ്വാമിയായിരുന്നു. ആ വീട്ടിലെ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടും ആ വീട്ടിലെ ആളുകളുമായി ബന്ധപ്പെട്ടും സ്വാമി നിരവധിയായിട്ടുള്ള ഈ സാമ്പത്തിക സഹായങ്ങൾ ഈ കുടുംബത്തിന് നൽകിയിരുന്നു. ഈ കുടുംബത്തെ സംരക്ഷിച്ചിരുന്നത് സ്വാമിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ സ്വാമിയുടെ ലിംഗം ഈ വീട്ടിലെ പെൺകുട്ടി തന്നെ മുറിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. ആദ്യഘട്ടത്തിൽ ഇത് പോലീസ് അന്വേഷിക്കുകയും പിന്നീട് ഒരു വിദഗ്ധ അന്വേഷണ സംഘത്തിന് കൈമാറുകയും സന്ധ്യയുടെ നേതൃത്വത്തിൽ, അന്നത്തെ ADGP സന്ധ്യയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണം ഏറ്റെടുക്കുകയും ആ അന്വേഷണത്തിൽ ഈ പറയുന്ന സ്വാമി ഗംഗേശാനന്ദ ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഈ പെൺകുട്ടി കയ്യിൽ കിട്ടിയ കത്തി എടുത്തുകൊണ്ട് ഗംഗേശാനന്ദയുടെ ലിംഗം മുറിച്ചു, വെട്ടി എന്നുള്ളതായിരുന്നു അന്ന് കൊടുത്ത കുറ്റപത്രം. അതിന് ആധാരമായി ചില കാര്യങ്ങളും ഈ പറയുന്ന സ്വാമി ഈ കുട്ടിയെ ഈ കുട്ടിയോട് മോശമായി പെരുമാറുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന തരത്തിലുള്ള സാക്ഷിമൊഴികളെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ അന്വേഷണ സംഘം കോടതിയിൽ ഒരു കുറ്റപത്രം കൊടുക്കുന്നത്. ആ സ്വാമിയുമായി ബന്ധപ്പെട്ട് കേരളം മൊത്തം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ഈ ലിംഗവുമായി ബന്ധപ്പെട്ട പല പേരുകളൊക്കെ ഇട്ട് ആ സന്യാസി സമൂഹത്തെ തന്നെ താറടിക്കുന്ന രീതിയിലേക്ക് അന്ന് കഥകൾ പ്രചരിക്കുകയും ഒരുപാട് ആളുകൾ അന്ന് ഈ വിഷയത്തിൽ ഇടപെടുകയും പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് അതിൽ ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി പിന്നീട് തനിക്ക് ഒരു വലിയ മാനസിക സംഘർഷമുണ്ട്, തന്റെ കാമുകൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വാമിയുടെ ലിംഗം മുറിച്ചത് എന്ന തരത്തിലുള്ള ഒരു കാര്യം പുറത്തു പറയുകയാണ്. അപ്പോൾ പോലീസിന് വലിയ കൺഫ്യൂഷൻ വരുന്നു. കോടതി ഇടപെടുന്നു. ആ കോടതി ഇടപെട്ടതിന് ശേഷം കോടതി വീണ്ടും പോലീസിനോട് ഈ കേസിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ കോടതി ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീണ്ടും കേസ് അന്വേഷിക്കുന്നു. ഒരു പുതിയ സംഘമാണ് കേസ് അന്വേഷിച്ചത്. ആ സംഘം കൃത്യമായി കാര്യങ്ങൾ ചോദിക്കുന്നു, അന്വേഷിക്കുന്നു. ആ സമയത്താണ് ചില കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഈ പെൺകുട്ടിയും സ്വാമിയും തമ്മിൽ അത്യാവശ്യം അടുപ്പമുണ്ടായിരുന്നു. പല കാര്യങ്ങളിലും ഈ സ്വാമി ഈ പെൺകുട്ടിയോട് പല റെസ്ട്രിക്ഷൻസും വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയും കാമുകനും തമ്മിലുള്ള ബന്ധം സ്വാമിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അത് ഒരിക്കലും നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കില്ല എന്ന രീതിയിൽ സ്വാമി പ്രതികരിച്ചിരുന്നു. അതുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന സമയം ഈ കാമുകനും
ആൺകുട്ടിയെയും പെൺകുട്ടിയെയും കൂടെ പ്ലാൻ ചെയ്ത് ആ സ്വാമിയുടെ ലിംഗം മുറിക്കുകയായിരുന്നു ഉണ്ടായത്. ഇത് സ്വാമിക്കും കൃത്യമായി മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാമി പിന്നീട് പറഞ്ഞത് താൻ സ്വയം മുറിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മുറിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഈ കാമുകനും കാമുകിയും ചേർന്നുകൊണ്ട് സ്വാമിയുടെ ലിംഗം മുറിക്കുകയാണ് ഉണ്ടായത് എന്ന് കൃത്യമായി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുകയും ആ കുറ്റപത്രത്തിൽ ഈ പറയുന്ന പരാതിക്കാരിയെ പ്രതിയാക്കി കേരള പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ടായി. അന്ന് ഈ പറയുന്ന ഗംഗേശാനന്ദ സ്വാമിയെ കാണാൻ ചില മാധ്യമങ്ങളൊക്കെ പോയി. അദ്ദേഹം എവിടെയാണെന്ന് പോലും അവർക്ക് പിടുത്തമില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് മൂകാംബികയിൽ ഉണ്ട് എന്ന്. മൂകാംബികയിൽ പോയി സ്വാമിയോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ആരോടും ഒരു പരാതിയുമില്ല, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. അന്ന് ലിംഗം വെട്ടിയ സ്വാമി, ലിംഗേശാനന്ദ സ്വാമി, ഈ പറയുന്ന ക്രൂരമായ പീഡനത്തിന് ആധാരമായി സ്വാമിയുടെ ലിംഗം മുറിച്ച സ്ത്രീക്ക് അനുമോദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ട ഒരാൾ പോലും ആ സ്വാമിയുടെ നിസ്സഹായാവസ്ഥയെയോ ആ സ്വാമി അനുഭവിച്ച ബുദ്ധിമുട്ടിനെയോ ആ സ്വാമിയുടെ ഗതികെട്ട അവസ്ഥയെയോ ആരും തന്നെ മനസ്സിലാക്കിയില്ല. ഉറങ്ങിക്കിടക്കുമ്പോൾ തൻ്റെ ലിംഗം രണ്ടുപേർ ചേർന്ന് വെട്ടിയ മാരകമായിട്ടുള്ള ആ ഒരു അവസ്ഥ ചിന്തിച്ചു നോക്കൂ. ആ ചിന്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നീതി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അവസാനം പോലീസ് കൊടുത്ത ഈ റിപ്പോർട്ടിന് മേലാണ് അദ്ദേഹം അല്ല എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു കാര്യത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും ഈ ചെയ്തത് ശരിയല്ല എന്ന് പറയാനും കേരളത്തിലെ ഒരു ഫെമിനിസ്റ്റ് വക്താക്കളെയും കണ്ടില്ല എന്നും ആ കേസ് അന്വേഷിച്ചത് അന്ന് ബി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമായിരുന്നു എന്നും എന്നാൽ ആദ്യം ഈ കള്ളക്കേസിന് അനുകൂലമായ റിപ്പോർട്ടുകളും മൊഴികളും ഉണ്ടാക്കി കൊടുത്ത അന്വേഷണ സംഘത്തിനെതിരെ ഒരു നടപടിയും ഇന്നേ വരെ കേരള സർക്കാർ സ്വീകരിച്ചിട്ടുമില്ല എന്നതുമാണ് ഈ സംഭവത്തിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അന്ന് ഈ പറയുന്ന സന്യാസിമാരെ എല്ലാം തന്നെ ഒരു ഈ പറയുന്നത് പോലെ ഗംഗേശാനന്ദയോട് ചേർത്തുകൊണ്ട് ട്രോളുന്ന രീതികൾ വരെ ഉണ്ടായിരുന്നു. പിന്നീട് സത്യം പുറത്തു വന്നപ്പോൾ ഒരാൾക്കും മിണ്ടാട്ടമില്ല, ഒരാൾക്കും ഒരു കാര്യവുമില്ല, ഒരു തരത്തിലും ഈ പറയുന്നത് തെറ്റാണ് എന്ന് പറയാൻ പോലും ആരും രംഗത്ത് വന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ആദ്യഘട്ട വിചാരണയിൽ ആരെയും നമ്മൾ എന്ത് ചെയ്യരുത്, ഈ പറയുന്നത് പോലെ ഒറ്റയടി കളക്കാൻ നിൽക്കരുത് എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഗംഗേശാനന്ദ കേസ് എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് ഒരാളും ആ കേസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്, അന്ന് അനുകൂലിച്ച മന്ത്രി പോലും പിന്നീട് ഒരു അക്ഷരം ഉണ്ടെന്ന് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.